മോർണിംഗ്. ഭയങ്കര കാറ്റാട്ടോ, ഞാൻ നിൽക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ വിൻഡി. നല്ല വ്യൂ ആണ്, പക്ഷെ ഇവിടോട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. സോ ഞാൻ എൻ്റെ ഹലോ കേട്ടപ്പോൾ നിങ്ങൾക്ക് ജോർജ് സാറിനെ ഓർമ്മ വന്നു. ജോർജ് സാറിനെ ഓക്കെ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇനി ഞാനൊരു ചെറിയൊരു കുക്കിങ്ങിൻ്റെ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം. കാരണം പൊതുവെ ഞാൻ വീട്ടിൽ നിൽക്കാറില്ലല്ലോ. ഓക്കെ, സോ ഞാൻ കുക്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഒരാൾ വന്ന് കിടപ്പുണ്ട് ഇവിടെ. ഹലോ ഫിബി, സേ ഹായ്. ആളും വന്ന് എനിക്ക് കൂട്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുറച്ച് പഴയത് എൻ്റെ റെസിപ്പിയൊന്നുമല്ല. ഞാൻ ഏതോ ഒരു ഇതിൽ എന്താ പറയുക, നമ്മുടെ കേരളത്തിലെ ഷെഫ് പിള്ള സാറിൻ്റെ പുള്ളിക്കാരനൊരു എനിക്ക് പഴവും ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാ അത് കറക്റ്റ് എന്ന്. എപ്പോഴും ഒന്ന് കണ്ടുപോയത്. അപ്പം പഴം കുറച്ച് നന്നായിട്ട് പഴം വേണമെന്ന് പറഞ്ഞു. പഴുത്ത് പോയായിരുന്നു. അപ്പോഴാണ് ഇത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ചക്ക വെച്ചിട്ട് കുറച്ച് നെയ്യ്, ചക്ക, ഇത് പിന്നെ ഷുഗർ, പിന്നെന്താ ഇത് ജാഗറി മീൻസ് നമ്മുടെ ശർക്കരയുടെ പൗഡർ ഒക്കെ ഓർഗാനിക്കാണ്. ഓക്കെ, സോ അപ്പം ഇത്രയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം വലിയ വീഡിയോ ഒന്നും ശരിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഴം ഞാനിങ്ങനെ 3-4 ഒന്നിച്ച് വെച്ച് ഞാൻ ഒറ്റ ട്രിപ്പിട്ടും കട്ടി. ഒന്നാമത് കട്ടിങ് എനിക്ക് ഭയങ്കര മടിയാണ്. ഓക്കെ, വേഗം മതി. ഓക്കെ, ഈ പഴം കട്ട് ചെയ്ത് ഇനി ചക്ക കട്ട് ചെയ്യണം. ഓക്കെ, കട്ടി ചക്ക പഴം പോലെ 3-4 ശരിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോന്നല്ല 2 ശരിയാം. ഓക്കെ, അല്ല ഓരോന്ന് വരുന്നത് തെന്നി പോകുന്നു. ഓക്കെ, നമ്മൾ പ്രൊഫഷണലൊന്നുമല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ കുക്കിംഗ് വ്ളോഗ് പ്രൊഫഷണലൊന്നുമല്ല. നമ്മൾ വലിയ പ്രൊഫഷണലി ഒന്നും കുക്കിങ് വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ. സോ നമ്മൾ സാധാരണ വീട്ടിലെന്താ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കാണിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ മെയിൻ അറിയാമല്ലോ, ട്രാവലാണ്. ഓക്കെ, ട്രാവൽ വിത്ത് ലു. എല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്യണം. എന്താ പറയുക, മലയാളികൾ കുറേ എനിക്കറിയില്ല അധികം ആൾക്കാർ. ഓക്കെ, സോ അത് കാരണം വിദേശത്തും അവിടെയൊക്കെയുള്ള മലയാളികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നിന്നാണ് എനിക്ക് കമൻ്റൊക്കെ വരുന്നത്, ലണ്ടനിൽ നിന്ന്. ഓക്കെ, പുള്ളിക്കാരൻ്റെ പേര് ഓക്കെ ഞാൻ പറയുന്നില്ല. സോ കുറച്ച് പേരുണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് കമൻറ്റ് തരുന്നത്. എനിക്ക് അവരെ അറിയുകൂടിയില്ല. ഐ ആം സോ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. കാരണം നമ്മൾ തുടക്കമല്ലേ, അപ്പം നമുക്ക് സപ്പോർട്ട് വേണം. അപ്പം ഞാൻ എൻ്റെ വീഡിയോകളിലൊന്നും ഞാൻ ഓടി നടക്കുമ്പം പറയാൻ മറക്കുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ. ഓക്കെ, സോ അത് നിങ്ങൾ അറിഞ്ഞ് ചെയ്യുക, അറിഞ്ഞു തരിക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് നെയ്യ്, നല്ല നെയ്യാട്ടോ, നല്ല കളറുണ്ട്. ആ നെയ്യ് കുറച്ച് ഒഴിച്ചിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഇങ്ങനെ ആദ്യം പഴമാണോ ചക്കയാണോ ഉണ്ടെന്നുള്ളത്. ചക്കയായിരിക്കും. ഓക്കെ, ആദ്യം ചക്കയിടാം. ഞാനൊക്കെ ഇതാകുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ. അതൊക്കെ എൻ്റെ ട്രാവൽ വ്ലോഗ് പോലെ തന്നെ 1 മാൻ ഷോയാണ്. ഒറ്റയ്ക്കാണ്. അപ്പോൾ
അടുക്കളയിലൊക്കെ കയറിയിട്ട് കാലം കുറച്ചായി. കുക്ക് ചെയ്യാൻ അറിയാം കേട്ടോ. കുക്ക് ചെയ്യാൻ അറിയാവുന്നത് എന്നെ അറിയുന്ന മലയാളീസ് നമ്മുടെ ഇന്ത്യക്കാർ പറയാറുണ്ട് കുക്കിംഗ് ചെയ്യണം, കുക്കിംഗ് വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു. സമയമില്ലല്ലോ, ഒട്ടല്ലേ. തലമുടി മുഴുവൻ പൊതിയുന്നു, ഭയങ്കര ഹെയർ ഫോൾ. കാരണം ഈ 2 വർഷമായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള സഞ്ചാരമല്ലേ. സോ ഓരോ ടൈപ്പ് വെള്ളം, പിന്നെ എനിക്ക് 4 നേരം കുളിക്കണം, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ടക്കടക്കടക്കാതെ മുടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. കുറേ സമയം എടുക്കും തോന്നുന്നു ഇങ്ങനെ ആവാൻ. എന്നിട്ട് ഇത് വഴന്നിട്ട് ഞാൻ വരാം. അത്രയും സമയം നിങ്ങൾ വെച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ. സോ മീൻ ടൈം നിങ്ങൾ വാച്ച് ചെയ്യി പോയി. എന്താ പറയുക, ട്രാവൽ വിത്ത് ലൂ നല്ല വീഡിയോസ് ഉണ്ട്. ഓക്കെ, വാച്ച് ചെയ്തു ബിബി. ചക്ക കുറച്ച് വഴങ്ങ കേട്ടോ, കുറച്ച് വഴങ്ങ വന്ന് അപ്പോൾ കുറച്ച് ആ പഴം, ബാക്കിയുള്ള പഴം നമുക്കിടാം. ഓക്കെ. സോ ഇട്ട് പഴം ഇട്ട് നല്ല പഴുത്ത ഏത്തപ്പഴം. ഓക്കെ. ഇത് കുറേ കൂടിപ്പോയെന്ന് തോന്നുന്നു. കുറച്ചിട്ടുണ്ടാക്കിയില്ലെങ്കിൽ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്താലും നന്നാവും. പക്ഷേ ഇതെനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഏത്തപ്പഴം കൂടുതലുണ്ട്. ഈ ഏത്തപ്പഴം ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. ഓക്കെ. മേടിച്ച് വെച്ച് കളയാനും പറ്റും. അപ്പം ആ സമയത്ത് ഈ പഴം ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് പേര് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറച്ച് പേര്, വളരെ കുറച്ച് പേര്. ഓക്കെ. സോ എന്നെ അധികം ആർക്കും അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ. എൻ്റെ പേര് ലതയെന്നാണ്, എനിക്കൊന്നും കുഴഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ചാനലും യൂട്യൂബ് ചാനലിൻ്റെ പേരും ഒക്കെയാണ് ട്രാവൽ വിത്ത് ലൂ എന്നാണ്. അതായത് ബേസിക്കലി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയത്. ഓക്കെ. ഒരു ഫോട്ടോ എടുക്കാൻ അറിയാൻ വയ്യാത്ത ഞാനാണ് ട്രാവൽ വ്ലോഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ കാരണം ഒരു പ്രൈമിയല്ലേ എന്തായാലും. ഓക്കെ. സോ ലൈക്ക് എ ന്യൂ ബോൺ ബേബി ഐ എം സ്റ്റാർട്ടിങ്. ഞാനിപ്പോൾ തുടക്കം വരുന്നു. ഞാനത് സ്റ്റാർട്ട് ചെയ്തത് മലയാളത്തിലാണ്. അത് ഇവിടെ എന്നെ ഇപ്പം ബ്ലെയിം ചെയ്യുന്നത് കാരണം മലയാളികളാരും അതിനകത്ത് അവർ അറിയാത്തതുകൊണ്ടാണ്. അതെനിക്ക് മനസ്സിലാവും. പക്ഷേ എന്നെ ഇവിടെ ബ്ലെയിം ചെയ്യുന്നത് എനിക്ക് ബെറ്റർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുമായിരുന്നു. ഓക്കെ. സോ അങ്ങനെ. പക്ഷെ നമ്മുടെ മാതൃഭാഷ മലയാളമായതുകൊണ്ടും ഞാനൊരു മലയാളി ആയതുകൊണ്ടും ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, ഞാൻ ആര് കണ്ടാലും ചാനൽ തുടങ്ങുന്നെങ്കിൽ അത് മലയാളത്തിലായിരിക്കുന്നു. സോ അതുകൊണ്ട് പക്ഷേ എനിക്ക് കേരളമായിട്ട് ബന്ധമില്ലാതായിട്ട് വർഷങ്ങളായി. ഓക്കെ. മോർ ദാൻ 25 ഇയേഴ്സ്. സോ എന്നെ അധികം എന്നല്ല ആർക്കും അറിയില്ല കേരളത്തിൽ. എൻ്റെ റിലേറ്റീവ്സിനെല്ലാവരും ഉണ്ട്, വളരെ കുറച്ച് ഫ്രണ്ട്സിനും. ഓക്കെ. സോ അല്ലാതെ വേറെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിന് അല്ലാതെ ഇല്ല, അധികം ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പിന്നെ നമ്മൾ എയർഫോഴ്സിലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോൾ ഇന്ത്യ കറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ടും എനിക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുക, ആരും മലയാളികളല്ല. അധികം ഉണ്ട്, മലയാളി ചേച്ചിമാരൊക്കെ ഉണ്ട്, ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അവരൊക്കെ കമൻറ്റ് പറയുന്നുണ്ട്, പേഴ്സണലായിട്ടും വിളിച്ച് പറയാറുണ്ട്. ഓക്കെ. സോ ആ സ്നേഹം എന്നോട് എപ്പോഴും ഉണ്ട് അവർക്കൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വലിയ കാര്യമാണ്. സോ പിന്നെന്താ പറയുക, അപ്പോൾ അതൊക്കെയാണ്. അപ്പം ഞാൻ ഈ ട്രാവൽ
ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പം ഒന്നും വീഡിയോ ഇട്ടില്ല. അതായത് ഞാനിപ്പം ഒരു 2 വർഷം ആയിട്ടില്ല. ഓക്കെ, സോ കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള ട്രാവലിങ്ങിൽ ഞാൻ ഒരു 17-18 രാജ്യങ്ങൾ കണ്ടു. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ആ സമയത്തൊന്നും വീഡിയോ ഒന്നും ഇങ്ങനെയൊന്നും ഉള്ള ഒരു ഫോട്ടോസ് കുറേ എടുത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം എന്താ പറയുക, ഒരു സമയത്ത് എനിക്ക് തോന്നി ഇതൊക്കെ ഒന്ന് സ്റ്റാമ്പ് ചെയ്ത് വെക്കണം. കാരണം വെച്ചാൽ ഞാൻ കാണുന്ന കാഴ്ചകൾ, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതും പലർക്കും സംശയമുണ്ട്. ഞാൻ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കമ്പനിയിലോ അങ്ങനെ ഒന്നുമല്ല, ഫാമിലിയായിട്ടോ ഒന്നുമല്ല. ഓക്കെ, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫാമിലിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത്. അവരോടുള്ള വാശിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹാഷ്ടാഗ് എപ്പോഴും പറയും ഫൈക്കാൻ എനിബഡിക്കാൻ. കാരണം എന്നെപ്പോലെ ഒന്നും ബിഗ് സീറോയാണ് എനിക്ക് ഇടുന്ന മാർക്ക്. സോ ആ എനിക്കാകാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആകും. അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫൈക്കാൻ എനിബഡിക്കാൻ. ഓക്കെ, അത് എന്താ പറയുക, അതൊരു മോട്ടിവേഷനോ അങ്ങനെയൊന്നും പറയാനില്ല. എല്ലാവരും ഇന്ന് എല്ലാ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും ഏത് പ്രായത്തിലുള്ളവർക്കും ട്രാവൽ ചെയ്യാൻ കാഴ്ചകൾ കാണാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ ഈ ചാനൽ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. വീഡിയോ എന്താ പറയുക, കുക്കിംഗ് എന്നൊക്കെ പേര് പറഞ്ഞ് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, കുക്കിംഗ് ഒന്നും അത്ര കുക്ക് ചെയ്യും, അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. എനിക്ക് എന്താ പറയുക, എല്ലാം വെജും നോൺ വെജും നമ്മുടെ കേരള ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, നോർത്ത് സൗത്ത് വെസ്റ്റ് എല്ലാം ലോകത്തിലുള്ള കുറേ രാജ്യങ്ങളുടെയൊക്കെ കുക്കിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഒട്ടും സമയമില്ല, ബാക്ക് ടു ട്രാവൽ. സോ അതിൻ്റെ കൊണ്ടുള്ള ഒരിതാണ്. ഇപ്പം എന്താ പറയുക, ബാങ്കോക്കിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ട്രിപ്പ് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അതിന് ആ ഒരു മീൻ ടൈം 1 വീക്കേ ഞാൻ വീട്ടിൽ കാണുള്ളൂ. ആ സമയത്തുള്ളതാണ് ഇത്. ഓക്കെ, സോ എല്ലാവരും കാണണം. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു വീട്ടിലെ നിങ്ങളുടെ ഒരു വീട്ടിലെ കുട്ടി പോകുന്ന പോലെ നിങ്ങൾ കാണണം. കാരണം ഒറ്റയ്ക്കാണ് പോകുന്നത്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട്. കാരണം ഒരു അന്തോ ഇല്ലാത്ത ഞാനാണ് പോയി കിടന്ന് ഈ വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് പറയും. കാരണം അത്രയും ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അത് അത്ര ഈസി അല്ല. ഓക്കെ, അതും ഇപ്പോൾ ജപ്പാനിൽ ഒരു തവണ പോയിരുന്നു. ഓക്കെ, സോ ഇത് സെക്കൻഡ് ടൈം പോകാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, നല്ല ട്രാവൽ വ്ളോഗ്സ് എനിക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്തപ്പം ട്രാവൽ വ്ളോഗ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം ഒരു സ്ഥലം തന്നെ എല്ലാവരും നമ്മൾ പറയത്തില്ലേ, ഒരു വിൻഡോയിലൂടെ കാണുന്ന കാഴ്ച സെയിം ആയിരിക്കും, പക്ഷെ കാണുന്ന കണ്ണുകൾ പലതാണെങ്കിൽ പലതായിരിക്കും. സോ അതേപോലെയാണ് എൻ്റെ ചാനലും. ഞാൻ എക്സോസ്റ്റ് ഫാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ സെറ്റ് ആവുന്നില്ല. ഇത് സ്മോക്കും വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ലൈറ്റിങ്ങും ഒക്കെ കറക്റ്റ് ആണോ ഒന്നും അറിയില്ല. നമ്മൾ നമ്മുടെ വീട്ടിലേ അല്ലേ, ഇതിനായിട്ടൊന്നും നമ്മൾ സ്പെഷ്യലൊന്നും ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി, ക്യാമറയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു, അറിയില്ല. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് വരുന്നു കേട്ടോ. നന്നായിട്ട് വരുന്നു, അത്രയും വന്നാൽ മതിയെന്ന് തോന്നുന്നു. ഇനി ഇതിനകത്ത് എൻ്റെ ഓർമ്മയിലാണ്. കാരണം എനിക്ക് ചാനലുകളോ മറ്റേതെന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സും ഞാനുമായിട്ട് ഇറങ്ങത്തില്ലായിരുന്നു കോവിഡ് ടൈമിലൊക്കെ, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ ഒന്നിനും സമയമില്ല. മര്യാദയ്ക്ക് ഒരു ചാനലോ ഒരു സിനിമയൊക്കെ മൂവി കണ്ടിട്ട് ഒരു ദിവസം 5, 6, 7 മൂവിയൊക്കെ കണ്ടിട്ടുണ്ട്. മലയാളം മലയാളം ഒക്കെ കാണും, കാണും. എല്ലാ പഴയ പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ പുതിയ പടങ്ങളും നല്ലതൊക്കെ ഉണ്ട്. തിയേറ്ററിലൊന്നും പോകാൻ പറ്റാറില്ല. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2 പാലും ഉണ്ട്. തേങ്ങാപ്പാൽ ഞാൻ എടുത്തത്. ഓക്കെ, കോക്കനട്ട് മിൽക്ക് ആണ്. അതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു. കുറച്ച് ഷുഗർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്ത്. അതെന്തോ ഇതിൽ തന്നെ ഇട്ടങ്ങാണ്ട് പുള്ളിക്കാരൻ കാണിച്ചിട്ട് ഞാനും ഇനി ഇതിൽ തന്നെ ഇട്ട് കാണിക്കാം. കാരണം ഇനി പോയാൽ അത് പോകും. കുറച്ച് ഷുഗർ നെയ്യ് ഒഴിക്കണം എന്ന് തോന്നുന്നു. അത് എനിക്ക് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് ഓൾറെഡി അത് ഇതാവേണ്ട ആവശ്യമില്ല. കാരമിൽ പെട്ടെന്നാവും. പെട്ടെന്നായി, വളരെ പെട്ടെന്നായി. കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്ര പെട്ടെന്നായി. കാരണം വെച്ചാൽ ബ്രൗൺ ഷുഗർ ആയിരുന്നല്ലോ ഓൾറെഡി. ഞാൻ വൈറ്റ് ഷുഗർ ഉപയോഗിക്കാറില്ല, ഒത്തിരി വർഷമായി. കാരണം ഞാൻ ഷുഗർ കഴിക്കാൻ എന്താ പറയുക, ചായക്ക് പഞ്ചസാര വേണം. പഞ്ചസാര എനിക്ക് മസ്റ്റാണ്, നല്ല മധുരവും വേണം.
എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകുമ്പം അവിടെ ഒരു ചായക്കടയുണ്ട്. ഓക്കെ, നാടൻ. ഇപ്പം എനിക്ക് നാടൻ ചായക്കട ഇഷ്ടമായതുകൊണ്ട് ബ്രദറാണ് വരുന്നത്. അപ്പം പുള്ളിക്കാരൻ വന്നിട്ട് കൂടെ പോകുമ്പോൾ ചായയും പഴംപൊരിയും മേടിച്ച് തരും. അപ്പോൾ അവിടെ എൻ്റെ വേഷം ഭാവമൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കും ഏതോ ഒരു വിദേശി വരുന്നു. അപ്പോൾ അവർ ചോദിക്കും, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചേട്ടാ എനിക്ക് നല്ല മധുരമായിട്ടൊരു ചായ തരാൻ പറയും. അപ്പോൾ അവരിങ്ങനെ നോക്കി ചിരിക്കും. ഓക്കെ, പഴംപൊരി എന്താന്ന് പറയും, നല്ല മധുരമുള്ള പഴംപൊരിയും ചായയും തരാൻ പറയും. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ഇത് കറക്റ്റായി കേട്ടോ. ഓക്കെ, ഇത് കറക്റ്റായി. ഞാൻ ഫുള്ള് സെറ്റാകുന്നു. ഒന്നാമത്തെ കാര്യം ചൂടാണ്. എനിക്ക് അറിയത്തില്ല, ഞാൻ ഒരു കോൾഡ് സ്റ്റോറേജ് ജീവിയാണ്. എൻ്റെ ചാനലിലൊക്കെ ഞാൻ പറയാറുണ്ട് വീഡിയോയിൽ. കാരണം ഞാൻ തണുപ്പ് എനിക്കൊരു പ്രശ്നമല്ല. ഓക്കെ, തണുപ്പ്, പക്ഷേ ചൂട് ഒട്ടും സഹിക്കാൻ വയ്യ. നമുക്ക് ഇത് ഇന്ത്യയിൽ നമ്മൾ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഓക്കെ, ഇത് ബാംഗ്ലൂരാണ്. ഓക്കെ, അതും കൂടെ പറയാം. കാരണം കുറേ ആൾക്കാർ, പിന്നെ കുറച്ച് എന്താ പറയുക, ഇതിനകത്ത് വരുന്നവരോടൊക്കെ പറയാനുള്ളത്, ഞാൻ കൃത്യമായിട്ട് ഓൺലൈനിൽ ഇരിക്കുന്ന ആളല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, സോ അതിന് എല്ലാവരും ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ അതൊന്നും മറുപടി പറയാനോ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒന്നും എനിക്ക് പറ്റില്ല. അതൊന്നും ആ ടൈപ്പല്ല ഞാൻ. നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലേ, നിങ്ങൾ എൻ്റെ ചാനലുകൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് കമൻറ്റ് നന്നായിട്ടിട്ടാൽ ഞാൻ ആര് കമൻറ്റ് ചെയ്താലും ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കും. കാരണം അതിന് ഞാൻ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈം അതിന് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിന് നല്ല വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. സോ പ്ലീസ് കമൻറ്റ് മീ ഇൻ ദ പ്രോപ്പർ വേ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. കാരണം അല്ലാതെ ഞാൻ എപ്പോഴും ഓൺലൈനിൽ ഇരിക്കുന്ന ആളല്ല. കാരണം FBയിലോ ഇൻസ്റ്റയിലോ ഒക്കെ ഞാൻ ഒരുപാട് പേരുണ്ട്, പക്ഷെ അവർ ഒന്നും എനിക്ക് ഇതിനകത്തോട്ട് കിട്ടുന്നില്ല കൃത്യമായിട്ട്. യൂട്യൂബിൽ ഞാൻ ആദ്യമല്ലേ, ഇപ്പം ആയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് നാളല്ലേ ഉള്ളൂ. പക്ഷേ ഓക്കെ, കുറച്ച് ചൂടോടെ വേണമായിരുന്നു സംശയം. ഓക്കെ, കുറച്ച് ചൂടോടെ ഇട്ടിട്ട്, കാരണം മധുരം എത്ര വേണം? ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ ഏതായാലും ഇത് പാലൊഴിക്കുക. ഇത് കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് വേണം ആണ് പറഞ്ഞത്. ഓക്കെ, ഇത് കുറച്ച് റൈസ് പൗഡർ കലക്കിയതാണ് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പോൾ ഇത് ജ്യൂസ് ആവുന്നില്ല, അല്ല എന്താ പറയുക, തിക്കാണ്, അറിയില്ല കേട്ടോ. അത് എന്താ പറയുക, കോക്കനട്ട് മിൽക്കാണോ മറ്റേ പാലാണോ എന്നുള്ളത് രണ്ടും ഉണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ. അതുകൂടെ മിക്സ് ചോദിച്ചാലോ? അതായത് നിങ്ങൾ കഴിക്കുന്നില്ല, ഞാനേ കഴിക്കുന്നുള്ളൂ. നല്ല ഇത് പെട്ടെന്ന് ഇതാവണം. ഓക്കെ, സോ ഇതിലൂടെ നെയ്യ് ഒഴിക്കാം. കുറച്ചുകൂടെ നെയ്യ് നല്ലതുണ്ട്. ഇതൊക്കെയാണ് ബട്ടറും നെയ്യും ഒക്കെയാണ് ഞാനിങ്ങനെ ഡുമ്മെന്നിരിക്കുന്നത്. കുറച്ച് തേങ്ങാപ്പാൽ. ഓക്കെ, ഓക്കെ, ഇനി ലാസ്റ്റ് കുറച്ച് എന്താ പറയുക, ഏലക്ക പൊടിച്ചത്. ഓക്കെ, ഏലക്ക പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ ഇത്തിരി ഷുഗർ ഇട്ടിട്ട് പൊടിച്ചാൽ ബ്രൗൺ നിറം. ഓക്കെ, ഏലക്കയ്ക്ക് മണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണം എല്ലാം ഇഷ്ടമാണ്. എല്ലാം നല്ല മണം. ആൾക്കാർ വിചാരിക്കും ഞാൻ ഈ നടത്തുന്നതുകൊണ്ട് ഞാൻ വലിയ മദാമയാണെന്നൊന്നുമല്ല. ഓക്കെ, സോ എനിക്ക് ഇവിടെ ഞാൻ മാത്രമാണ് ഏറ്റവും എനിക്ക് കേരള ഫുഡ്. മോൻ കഴിക്കില്ല, പുള്ളിക്കാരൻ തന്നെ എന്ത് കൊടുത്താലും ഓക്കെ. എന്നാലും നോർത്തിൻ ഒക്കെ മറ്റേ കേരള കുറച്ചുകൂടെ ഇഷ്ടമാണ്. എനിക്ക് നമ്മുടെ നാടൻ അവിയലും മീൻകറിയും ചോറും ഒക്കെ ഇഷ്ടം. ഓക്കെ, എൻ്റെ സർക്കസ് ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളിത് കാണിക്കും. ഇങ്ങനെ തന്നെ ആണോന്നൊന്നും എന്താ പറയുക, എല്ലാവരോടും ഒരിക്കൽ കൂടെ മാപ്പി ചോദിച്ചുകൊണ്ട് ഈ സാരം കാണിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും എന്താ പറയുക, ചക്കയും പഴമൊക്കെ അല്ലേ, അപ്പം കഴിക്കാം. ഓക്കെ, ദിസ് ഈസ് ഓൾ. അപ്പം ഇത് നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഇപ്പം വയ്യ ഇപ്പം. ഓക്കെ, സോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് സത്യത്തിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അല്ലായിരുന്നു. വേണ്ട, ഫുള്ള് സെറ്റായി. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അല്ലായിരുന്നു. നമ്മുടെ ഒരു
പുതിയ ചാനൽ. അത് നിങ്ങൾ മലയാളികളിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ഷെയർ ചെയ്യുക. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, വളരെ 10 താഴെ കോണ്ടാക്ട് പോലും കാണില്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ ചാനലൊന്ന് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓക്കെ, ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. See ya.